രണ്ട് സഹോദരങ്ങളുടെ കരച്ചിലിനെ കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരങ്ങൾ വേദപുസ്തക ചരിത്രത്തിലും സഭാചരിത്രത്തിലും വിശ്വാസ ജീവിതത്തിലും എന്നും നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് പിടിച്ചുലച്ചിട്ടുള്ള സഹോദരങ്ങളാണ്. അവരുടെ പേരുകൾ നിങ്ങൾക്ക് സ്പഷ്ടമായിട്ടുണ്ടാകും. മൂത്താളുടെ പേര് ഏശാവ്, ഇളയാളുടെ പേര് യാക്കോബ്. പ്രിയപ്പെട്ടവരെ, ഏശാവിൻ്റെയും യാക്കോവിൻ്റെയും കരച്ചിലാണ് ഇന്ന് നമ്മുടെ വിഷയം. നാം ആദ്യം വായിച്ച വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 38-ാം വാക്യത്തിലാണ് നാം കാണുന്നത്. ഇസഹാക്ക് എന്ന പടുവൃദ്ധനായ മനുഷ്യൻ്റെ മുമ്പാകെ മൂത്തവനായ ഇസഹാക്ക് ഏശാവ് കണ്ണുനീരോടെ പറയുകയാണ്, അപ്പാ നിനക്കൊരനുഗ്രഹമേ ഉള്ളൂ, എന്നെയും കൂടെ അനുഗ്രഹിക്കണേ. ഇസഹാക്ക് എന്ന വൃദ്ധനായ മനുഷ്യൻ്റെ മുമ്പാകെ മൂത്തവനായ ഏശാവ് പൊട്ടിക്കരയുന്നു, അപ്പാ എന്നെ ഒന്ന് അനുഗ്രഹിക്കണേ. അപ്പോൾ ഈ അപ്പൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം തട്ടിമേടിച്ചതാരാ? നമുക്കറിയാം, നാം പഠിച്ച കഥയാണ്. അത് യാക്കോവാണ്. എന്നാൽ വീണ്ടും ഉൽപ്പത്തി പുസ്തകം മുമ്പോട്ട് വായിച്ചു പഠിക്കുമ്പോൾ അതിൻ്റെ 32-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ യാക്കോബ് കരയുകയാണ്, എന്നെ അനുഗ്രഹിക്കണം, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. നോക്കേ, ഒരേ സമയത്ത് മൂത്തവൻ അപ്പൻ്റെ മുമ്പിൽ പൊട്ടിക്കരയുകയാണ്, എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ്. അപ്പൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഇരുന്ന് വാങ്ങി ഓടിപ്പോയി യാക്കോബ് തൊട്ടടുത്ത അധ്യായങ്ങളിൽ ദൈവദൂതന്റെ മുമ്പാകെ പൊട്ടിക്കരയുന്നു, എന്നെ അനുഗ്രഹിക്കണേ. സ്നേഹിതരെ, എന്താണ് ഈ സഹോദരങ്ങളുടെ കരച്ചിലിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം? ഇതാണ് നാം ഇന്ന് പ്രാർത്ഥനാപൂർവം പഠിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് സർവദാ ബോധ്യവും ഹൃദയ നിറവോടെ സംതൃപ്തിയും നമ്മുടെ മനസ്സിലുണ്ടാകണമെന്നാണ് എൻ്റെ ആദ്യത്തെ എളിയ ചിന്ത. ദൈവം തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് സർവദാ എനിക്ക് തരുന്ന അനുഗ്രഹം തീർച്ചയായും ഓരോ നിമിഷവും ദൈവം നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ തൻ്റെ 103-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറഞ്ഞത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഓരോ നിമിഷവും ദൈവം തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നന്ദി നിറഞ്ഞ മനസ്സോടുകൂടെ ജീവിപ്പാൻ തക്കവണ്ണം ഒരുക്കമുള്ളതായി തീരുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പരിശ്രമം തന്നെയാണ്. അമേരിക്കൻ എഴുത്തുകാരിയായ വില്യം പെൻ തൻ്റെ പുസ്തകത്തിൽ കുറിക്കുന്നുണ്ട്, ദ സീക്രട്ട് ഓഫ് ഹാപ്പിനെസ് ഈസ് ടു കൗണ്ട് യുവർ ബ്ലെസ്സിങ് വൈൽ others are adding up. മറ്റുള്ളവർ നമ്മുടെ കുറവുകളെ എണ്ണുമ്പോൾ ദൈവം തന്ന അനുഗ്രഹങ്ങളെ എണ്ണുന്നവരും അവയെ ഓർക്കുന്നവരും അതിൽ സന്തോഷിക്കുന്നവരുമായി നാം നിരന്തരമായി തീരണമെന്ന്. നമ്മൾ പലപ്പോഴും പറ്റിപ്പോകുന്ന വീഴ്ച, മറ്റുള്ളവർ നമ്മളെക്കുറിച്ചുള്ള കുറവുകളെ എണ്ണി നിരാശപ്പെട്ടു പോകുമ്പോൾ വില്യം പെൻ പറയുകയാണ്, അവർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, ദൈവം എനിക്ക് എന്ത് അനുഗ്രഹം തന്നു. എൻ്റെ കൈകൾക്ക് സ്വാധീനമുണ്ട്, എൻ്റെ കാലുകൾക്ക് സ്വാധീനമുണ്ട്, എനിക്ക് നടന്ന ദേവാലയത്തിൽ വരാം, വിശുദ്ധ കുർബാന സ്വീകരിക്കാം, ദൈവവചനം കേൾക്കാം, എൻ്റെ കണ്ണിന് വലിയ പ്രയാസമൊന്നുമില്ലാതെ വചനം വായിക്കാൻ സാധിക്കുന്നു. നോക്ക്, നിങ്ങൾ ഓരോ നിമിഷവും ചിന്തിച്ചു നോക്കി, ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നുണ്ട്. ഇനി ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് അടിയുറച്ച് ബോധ്യമുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നുള്ളതിന് വലിയ തെളിവാണ് നിങ്ങളുടെ മൂക്കിലേക്ക് നിങ്ങളെപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ശ്വാസം. നിങ്ങൾ മൂക്കിലേക്ക് ഇപ്പോൾ സ്വാന്തമായി സ്വസ്ഥമായി എടുത്തിരിക്കുന്ന ഈ ശ്വാസം ഉണ്ടല്ലോ, ഈ നിമിഷം ഈ ലോകത്തിൽ ആർക്കും ഒരാൾ ഈ ശ്വാസത്തിന് വേണ്ടി വല്ലാണ്ട് പിടഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ആർക്കോ ഒരാൾക്ക് നിഷേധിക്കപ്പെട്ട ശ്വാസമാണ് നിങ്ങൾ സന്തോഷത്തോടെ എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ദൈവത്തോട് എത്ര നന്ദി പറയണം. ഓരോ നിമിഷവും നിങ്ങൾ ദൈവത്തോട് നന്ദി പറയണ്ടേ. ദൈവമേ, ശ്വാസം നിലയ്ക്കപ്പെട്ട ഒരുവനിൽ നിന്ന് ഈ ശ്വാസത്തെ വീണ്ടും ഉൾക്കൊള്ളുവാൻ നീ എന്നെ പര്യാപ്തനാക്കിയത് എൻ്റെ എന്ത് ഗുണം കണ്ടിട്ടാണ്? എൻ്റെ വാക്ക് ശരിയല്ല, എൻ്റെ കർമ്മം ശരിയല്ല, എൻ്റെ ജീവിതം ശരിയല്ല, എന്നിട്ടും ഈ ശ്വാസം നിലയ്ക്കാതെ നീ എനിക്ക് നൽകുന്നുണ്ടെങ്കിൽ നീ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്.
പ്രിയപ്പെട്ടവരെ, നിരന്തരം നിമിഷം തോറും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ നാം ഓർക്കണമെന്നതാണ് ആമുഖമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ അനുഗ്രഹത്തെക്കുറിച്ചുള്ള വെമ്പലായിരുന്നു ഇസഹാക്കിൻ്റെ 2 മക്കൾക്കും ഉണ്ടായത്. ഏശാവിനും യാക്കോവിനും ഉണ്ടായ വലിയ സങ്കടം ഇത് തന്നെയായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചുള്ള വേദനയാണ്. നോക്കുക, വിശുദ്ധ വേദപുസ്തകത്തിൽ ഉടനീളം നാം കാണുന്നുണ്ട് അപ്പന് മക്കളോടും അമ്മയ്ക്ക് മക്കളോടുമുള്ള വലിയ സ്നേഹം. ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 27-ാം അധ്യായത്തിൽ നാം കാണുന്ന കഥയുടെ പിന്നിലുള്ള വലിയ സ്നേഹബന്ധമുണ്ട്. അപ്പന് മൂത്തവനോടായിരുന്നു എന്നും സ്നേഹം, അമ്മയ്ക്ക് ഇളയവനോടായിരുന്നു. ഇസ്ഹാക്ക് എന്ന വൃദ്ധനായ അപ്പന് ഏശാവ് എന്ന മൂത്ത മകനോടായിരുന്നു ഏറെ സ്നേഹം. അമ്മ റബേക്കായ്ക്ക് ഇളയ മകനായ യാക്കോബിനോടായിരുന്നു ഏറെ സ്നേഹം. അത് അന്നും അങ്ങനെ തന്നെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. വീട്ടിൽ ഇളയ പിള്ളേരോടാണ് അമ്മമാർക്ക് ഏറെ ഇഷ്ടം. അപ്പന്മാർക്ക് അല്പവും കൂടെ സ്നേഹവും താല്പര്യമുള്ളത് വീട്ടിലെ മൂത്ത കുട്ടികളോടാണ്. പെൺകുട്ടികൾക്ക് ഏറെ ഇഷ്ടം അപ്പനെയാണ്, ആൺകുട്ടികൾക്ക് ഏറെ ഇഷ്ടം അമ്മയാണ്. ഇതൊരു ലോക തത്വമാണ്. ഈ തത്വം വിശുദ്ധ വേദപുസ്തകത്തിലും ചരിത്രത്തിലും മുൻ തലമുറകളിലും വരാനിരിക്കുന്ന തലമുറകളിലും സ്പഷ്ടമായി നിറവേറുക തന്നെയും. പ്രിയപ്പെട്ടവരെ, ഈ ലോക തത്വപ്രകാരമാണ് ഇളയവനായ യാക്കോവിനോട് അമിതമായ സ്നേഹം റബേക്ക എന്ന അമ്മയ്ക്കുണ്ടായത്. ഇതേ സ്നേഹം തന്നെയാണ് മൂത്ത മകനോട് ഇസഹാക്ക് എന്ന അപ്പനും ഉണ്ടായത്. ആ സ്നേഹബന്ധത്തിൽ ഇരുന്നാണ് ഇസഹാക്ക് ഏശാവിനെ വിളിച്ചു പറഞ്ഞത്, മോനെ, എനിക്ക് നിന്നെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം നീ കാട്ടിലേക്ക് പോയി വേട്ടയിറച്ച് സമ്പാദിച്ച് മടങ്ങി വരിക. ഇങ്ങനെ അപ്പൻ്റെ സ്നേഹത്തെ വിസ്മരിക്കുവാൻ സാധിക്കാത്ത മൂത്ത മകൻ കാട്ടിലേക്ക് പുറപ്പെട്ട് നല്ല വേട്ടയിറച്ച് സമ്പാദിച്ച് മടങ്ങി വന്നു. അപ്പോഴാണ് അവൻ ആ ചതിവ് കാണുന്നത്. അപ്പൻ ഇളയവനെ അനുഗ്രഹിച്ച് മടക്കി അയക്കുന്നു. വല്ലാട്ട് നൊമ്പരമായിപ്പോയി, എനിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. പ്രത്യേകിച്ച് ഈ വേദപുസ്തകം വായിക്കുമ്പോൾ കഥകൾ ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തോട് പറ്റിപ്പിടിക്കും. കാരണം നമ്മൾ വീട്ടിൽ മൂത്ത മകനായതുകൊണ്ടല്ല കേട്ടോ. ചിലപ്പോൾ വല്ലാണ്ട് ചില കഥകൾ നമ്മുടെ ഹൃദയത്തെ വല്ലാണ്ട് പറ്റിപ്പിടിക്കും. ഏശാവ് അപ്പൻ്റെ മുമ്പിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞപ്പോൾ ഞാനും വല്ലാണ്ട് പൊട്ടിക്കരഞ്ഞു പോയി. കാരണം ഒരു മൂത്ത മകൻ്റെ അനുഭവത്തെ എനിക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കും. എനിക്ക് ഏറെ സങ്കടം തോന്നിയത് അന്ന് രാത്രി വെളുക്കുവോളം ഈ ഏശാവ് ഇസഹാക്ക് എന്ന അപ്പൻ്റെ കട്ടിലിനടുക്കെ ഇരുന്ന്, അപ്പാ എന്നെ ഒന്ന് അനുഗ്രഹിക്കൂ, എന്നെ ഒന്ന് അനുഗ്രഹിക്കൂ, നെടുവീർപ്പോടെ കണ്ണുനീരോട് അപേക്ഷിച്ചിട്ടും ഇസഹാക്ക് അത്ര വലിയ മൗഢ്യത്തോടുകൂടെ അനുഗ്രഹം കൊടുക്കുവാൻ തയ്യാറായില്ല എന്നതാണ് സ്പഷ്ടം. സങ്കടമില്ല, മൂത്തവരോട് അല്ലേലും പണ്ട് എല്ലാവർക്കും ഒരു അവഗണന ഉള്ളതാണ്, സങ്കടമില്ല. പക്ഷെ എനിക്ക് ഏറെ സങ്കടം തോന്നിയത് 28-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ചപ്പോഴാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, തലേ രാത്രിയോളം ഏശാവ് ഇസഹാക്ക് എന്ന അപ്പൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞിട്ട് അവനെ അനുഗ്രഹിക്കുവാൻ കൈ ഉയർത്താത്ത അപ്പൻ പിറ്റേന്ന് രാവിലെ എന്ത് ചെയ്തു എന്നതാണ് 28-ാം അധ്യായത്തിന് 1-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അനന്തരം ഇസഹാക്ക് യാക്കോബിനെ വിളിച്ച് അവനെ അനുഗ്രഹിച്ച് അവനോട് ആജ്ഞാപിച്ചതെന്തെന്നാൽ. നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നിയില്ലേ? തോന്നിയില്ല, കാരണം നിങ്ങൾ വീട്ടിൽ ഇളയ പിള്ളേരല്ലേ. മൂത്തവർക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. കാരണം ഒരു രാത്രി വെളുക്കുവോളം അപ്പൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് അപ്പാ എന്നെ ഒന്ന് അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് അപ്പൻ്റെ കരകശ ഉയർത്താത്ത ഈ മനുഷ്യൻ നിരാശയോടെ ഏശാവ് ആ മുറിക്കുള്ളിൽ നിന്ന് വിട്ടുപോയപ്പോ പിറ്റേന്ന് രാവിലെ യാക്കോബിനെ അടുക്ക വിളിച്ച് അവനെ അനുഗ്രഹിക്കുക. തലരാത്രിയോളം കരഞ്ഞിട്ടും ഏശാവിന് കൊടുക്കാത്ത അനുഗ്രഹം യാക്കോബിന് കൊടുത്തപ്പോ എനിക്ക് വല്ലാണ്ട് മനസ്സ് വേദനിച്ച്. ഇസഹാക്കേ, നീ കാട്ടിയത് അനീതിയാണ്. ഒരു മൂത്ത മകന്റെ പക്ഷം ചേർന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇസഹാക്കേ, നീ കാട്ടിയത് അനീതിയാണ്. മക്കളെ ഒരുപോലെ സ്നേഹിക്കേണ്ട അപ്പനെന്ന നീ ഒരുവൻ പൊട്ടിക്കരഞ്ഞിട്ടും അവന്റെ കണ്ണുനീരിനെ മാനിക്കാതെ അവനെ നിരാശനാക്കി വിട്ട് പിറ്റേന്ന് വീണ്ടും ഇളയവനെ അനുഗ്രഹിച്ചപ്പോ അപ്പാ നീ ഒരു അപ്പൻ എന്ന നിലയിൽ കാട്ടിയ അനുഭവത്തെ എനിക്ക് ഏറെ സങ്കടത്തോടെ ഓർക്കുവാൻ സാധിക്കുന്നുള്ളൂ. റബേക്ക എന്ന അമ്മയെ നോക്കി, അമ്മേ, നീ മൂത്തവനോട് കാണിച്ചത് ചതിവാ. സഹോദരനെ നോക്കി, യാക്കോവേ, നീ ജ്യേഷ്ഠനെ ചതിച്ചത് വളരെ കുറ്റകരമാണ്. ആ കുടുംബത്തിൽ ഏശാവ് ഒറ്റപ്പെട്ടുപോയി. അപ്പനില്ല, അമ്മയില്ല, അനിയനില്ല,
ആരും സഹായിക്കാനില്ലാതെ നിരാശനായി മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്ന ഏശാവിനെയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കാണുന്നത്. എനിക്കേറെ സങ്കടം തോന്നി ഏശാവിനോട്. അയ്യോ, ഒരു മൂത്തവനേറെ കണ്ണുനീരോടെ പറഞ്ഞിട്ട് അവനെ അനുഗ്രഹിക്കാതെ വീട്ടിൽ നിന്ന് വിട്ടയച്ചപ്പോൾ ഹൃദയനൊമ്പരത്തോടെ ഞാൻ പറഞ്ഞു, ഇതനീതിയാണ്, ഇതനീതിയാണ്. അപ്പനും അമ്മയും സഹോദരനും ഒരുപോലെ ഒരുവനെ നിരക്ഷം നശിപ്പിക്കുമ്പോൾ ഇത് അനീതി എന്ന് പറയുവാനാണ് എനിക്ക് ആഗ്രഹം. ഞാൻ വീണ്ടും വേദപുസ്തകം എടുത്ത് വായിച്ചു നോക്കി. ഒന്നല്ല, രണ്ടല്ല, 6 തവണ മൂത്തവർക്ക് കിട്ടേണ്ടുന്ന അനുഗ്രഹം ഇളയവർക്ക് ദൈവം കൊടുക്കുന്നുണ്ട്. ആദ്യം കായേന് കിട്ടേണ്ട അനുഗ്രഹം എടുത്ത് ഹാബേലിന് കൊടുത്തു. ഇസ്മായിലിന് കിട്ടേണ്ട അനുഗ്രഹം എടുത്ത് ഇസ്ഹാക്കിന് കൊടുത്തു. ഏസാവിന് കിട്ടേണ്ട അനുഗ്രഹം എടുത്ത് യാക്കോബിന് കൊടുത്തു. സേറയ്ക്ക് കിട്ടേണ്ട അനുഗ്രഹം എടുത്ത് പേരസിന് കൊടുത്തു. മൂത്തവനായ രൂബേന് കിട്ടേണ്ട അനുഗ്രഹം യൗസേബിന് കൊടുത്തു. മൂത്തവനായ മനശ്ശെക്ക് കിട്ടേണ്ട അനുഗ്രഹം എഫ്രേമിന് കൊടുത്തു. വേദപുസ്തകം വായിച്ചു തുടങ്ങിയപ്പോൾ വീണ്ടും സങ്കടമായി. ഒന്നല്ല, രണ്ടല്ല, 6 തവണ മൂത്തവർക്ക് കിട്ടേണ്ടുന്ന അനുഗ്രഹം ദൈവം ഇളയവരിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ദൈവത്തിന് മറ്റെന്തോ പദ്ധതിയുണ്ട്. സ്നേഹിതരെ, ഞാൻ മനസ്സിലാക്കി, മനുഷ്യൻ്റെ ലോജിക്കല്ല, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വ്യത്യാസമാണ്. ഇതാണ് രണ്ടാമത്തെ ആശയം. മനുഷ്യൻ്റെ ലോജിക്കല്ല, മനുഷ്യൻ്റെ ചിന്താഗതിയല്ല, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വ്യത്യാസമാണ്. ദൈവം തിരഞ്ഞെടുക്കുന്നത് നാം ചിന്തിക്കുന്ന പോലെയല്ല. നമ്മുടെ ചിന്താഗതികൾ അരിത്തമെറ്റിക്കൽ ജോമെട്രിക്കൽ ലെവലിലാണ്. നമ്മൾ കണക്കുകൂട്ടിയാണ് ചിന്തിക്കുന്നത്. പക്ഷെ ദൈവം ഒരിക്കലും കണക്കുകൂട്ടിയല്ല ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് 3-ാം മണി നേരം വരുന്നവനും 6-ാം മണി നേരം വരുന്നവനും 9-ാം മണി നേരം വരുന്നവനും തുല്യ കൂലി കൊടുക്കുന്നത്. ദൈവം മനുഷ്യന്റെ ലോജിക്ക് കൊണ്ട് ചിന്തിക്കുന്നില്ല എന്നതിന് ഉത്തമമായ തെളിവാണ്. റോമാലേഖനം എൻ്റെ 9-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ഈ നീതിയെക്കുറിച്ച് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ സവിസ്തരം പ്രസ്താവിക്കുന്നുണ്ട്. നിന്റെ കാതലായ ഭാഗം മാത്രം വായിച്ചു കൊള്ളട്ടെ. റോമാലേഖനം 9-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ 14-ാം വാക്യം മുതൽ വായിക്കുന്നു. ആകയാൽ നാം എന്തു പറയണം? ദൈവത്തിൻ്റെ പക്കൽ അനീതിയുണ്ടോ? ഒരു നാളുമില്ല. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യുമെന്ന് അവൻ മോശയോട് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താലാണ് സകലവും സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ലോജിക്കല്ല, ദൈവത്തിൻ്റെ കരുണയാണ് സകലതിലും വലുത്. ഈ കരുണയെക്കുറിച്ചാണ് മനുഷ്യപുത്രൻ തൻ്റെ ജീവിതത്തിലുടനീളം പറഞ്ഞുകൊണ്ടേയിരുന്നത്. നോക്കിയേ, കർത്താവ് ദൈവത്തിൻ്റെ പുത്രനായി ഭൂമിയിലേക്ക് അവതരിച്ചു. ചില്ലറയാളൊന്നുമല്ല. കൂടെ ഉണ്ടാകേണ്ടുന്നത് അത്രത്തോളം ശ്രേഷ്ഠരായ ആളുകളാണ്. നോക്കി, ഈ ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണം നടക്കുകയാണ്. തീർച്ചയായും സാധാരണ മനുഷ്യരെക്കാൾ കൂടുതൽ അതിനോട് അല്പം ജ്ഞാനവും അല്പം പരിചയമുള്ളവരെ ആയിരിക്കുമല്ലോ അതിൻ്റെ കൂട്ടത്തിൻ്റെ കമ്മിറ്റിയുടെ ഭാഗമായി നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. നമ്മുടെ ചിന്താഗതികൾ അങ്ങനെയാണ്. അപ്പൊ ക്രിസ്തുവിന് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ തൻ്റെ കൂടെ കൂട്ടുന്നത് അവൻ്റെ ഒപ്പം ചിന്തിക്കുവാൻ സാധ്യമാകുന്നവരെ ആകണമെന്നാണെന്നു നമ്മുടെ ചിന്ത. പക്ഷെ അവൻ ആരെയൊക്കെയാണ് തിരഞ്ഞെടുത്തത്? മുക്കുവനെ, പട്ടിപ്പണക്കാരനെ, പെട്ടെന്ന് കോപം വരുന്ന കോപകുലനായ മനുഷ്യരെ, ഒറ്റിക്കൊടുക്കുന്നവനെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എന്തോരം വ്യത്യാസമായിരുന്നു. നിങ്ങൾ പത്രോസിനെ തിരഞ്ഞെടുത്തൊന്ന് ചിന്തിച്ചു നോക്കി. അവൻ്റെ തിരഞ്ഞെടുപ്പും അവൻ്റെ ചിന്താഗതിയും എത്രത്തോളം വ്യത്യസ്തമാണെന്ന് അറിയാൻ പത്രോസിനെ വിളിച്ച വിളി മാത്രം നമ്മൾ വായിച്ചാൽ മതി. പത്രോസിനെ വിളിക്കുകയാണ്. പത്രോസ് വെളുക്കുവോളം ഇടതും വലതും മാറി വലയെറിഞ്ഞിട്ടും ഒരു പൊടിമീൻ പോലും അവൻ്റെ വലയ്ക്കുള്ളിൽ കിട്ടിയില്ല. അപ്പോഴാണ് കടൽക്കരയിൽ നിന്ന് കർത്താവ് അവനോട് പറയുന്നത്, മകനെ, നീ വലതുവശത്തേക്ക് വലയെറിയുക. അവിടുത്തെ ട്യൂഷൻ മാസ്റ്ററാണ് പത്രോസ്. അവിടുത്തെ എല്ലാ മുക്കുവന്മാരെയും നന്നായി വല വീശാൻ പഠിപ്പിച്ച പത്രോസിനോടാണ് ക്രിസ്തു പറയുന്നത് വലതുവശത്തേക്ക് വല വീശുവാൻ. പ്രിയപ്പെട്ടവരെ, പെരുത്ത മീൻകൂട്ടം കിട്ടിക്കൊണ്ടാണ് പത്രോസ് കടൽക്കരയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ പത്രോസ് എന്താണ് അതിൻ്റെ ആഴമെന്ന് ചോദിച്ചു. അപ്പോൾ ക്രിസ്തു പറഞ്ഞു, നീ ഇനി മീൻ പിടിക്കേണ്ട, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. അപ്പോൾ പത്രോസ് പറഞ്ഞു, അല്ലയോ ഗുരുനാഥ, എനിക്ക് മീൻ പിടിക്കാനേ അറിയത്തുള്ളൂ. എൻ്റെ പപ്പ മീൻപിടുത്തക്കാരനായിരുന്നു.
എൻ്റെ വല്യപ്പച്ച മീൻപിടുത്തക്കാരനായിരുന്നു. ഞങ്ങൾ പാരമ്പര്യമായ മീൻപിടുത്തക്കാരൻ, ഞങ്ങൾക്ക് മറ്റു ബിസിനസ് അറിയത്തില്ല. അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, മോനെ, മീൻ പിടിക്കുന്നത് പോലെ എളുപ്പമാണ് മനുഷ്യരെ പിടിക്കുന്നത്. പത്രോസ് ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങളിപ്പോൾ എൻ്റെ മുമ്പേ നോക്കിയിരിക്കുന്ന പോലെ പത്രോസ് ഇങ്ങനെ നോക്കിയിരുന്നു. അതെങ്ങനെ മീൻ പിടിക്കുന്നത് പോലെ എളുപ്പമാണ് മനുഷ്യനെ പിടിക്കുന്നതെന്ന് പറയുന്നത്? പത്രോസിനോട് ചോദിച്ചു, പത്രോസെ, മീൻ പിടിക്കുന്നത് എവിടെയാണ്? അത് കടലിലാണ്. പത്രോസെ, നിനക്കറിയാമോ, ഈ കര ഒരു നാൾ കടലായിരുന്നു. പത്രോസെ, നിനക്കറിയാമോ, ഈ കര ഒരു നാൾ എന്തായിരുന്നു? കടലായിരുന്നു. ഈ കരയിലെ വെള്ളം പിൻവാങ്ങിയാണ് ഇത് കരയായി മാറ്റപ്പെട്ടത്. അപ്പം നീ കടലിൽ എങ്ങനെയാണോ മീൻ പിടിക്കുന്നത്, അതുപോലെ കടലിൽ നിന്ന് പിൻവാങ്ങി കരയായ ഈ മണ്ണിൽ നിനക്ക് ആരെ പിടിക്കാൻ പറ്റും? മനുഷ്യനെ പിടിക്കാൻ പറ്റും. നോക്കി, അവൻ എങ്ങനെയാണ് ഒരാളെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നതെന്ന്. ഈ മനുഷ്യൻ്റെ വാക്കുകളും ചിന്താഗതികളും നമ്മുടെ ഉദ്ദേശങ്ങൾക്കോ നമ്മുടെ ചിന്താഗതികൾക്കോ വ്യത്യസ്തമാണെന്നുള്ളതിന് വീണ്ടും ഉദാഹരണങ്ങളുണ്ട്. അവൻ്റെ പറഞ്ഞു കൊടുത്ത മനോഹരമായ ഉപദേശമുണ്ട്. കൂടെ കൂട്ടിയ 12 പേരെയും ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെപ്പോലെ നിങ്ങളുടെ അയൽക്കാരെ സ്നേഹിക്കണം. കൂടെ വന്നവർക്കെല്ലാം ആശ്ചര്യമായി. അതെന്തൊരു ഉപദേശമാണ്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അതെങ്ങനെ സാധിക്കും? ക്രിസ്തു ചോദിച്ചു, ഈ ലോകത്ത് നിങ്ങൾക്ക് ആരോടാണ് ഏറെ ഇഷ്ടം? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ ലോകത്ത് നിങ്ങൾക്ക് ആരെയാണ് ഏറെ ഇഷ്ടം? മക്കളെ, നിങ്ങൾക്ക് ആരെയാണ് ഏറെ ഇഷ്ടം? പപ്പ, മമ്മി, അനിയൻ, ചേച്ചി? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഒത്തിരി ഉത്തരങ്ങളുണ്ടാകും. പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഈ ലോകത്ത് ഏറെ ഇഷ്ടം ആരെയാണെന്നറിയാമോ? നിങ്ങളെ തന്നെയാണ്. നാം നമ്മെ സ്നേഹിക്കുന്ന പോലെ ഈ ലോകത്ത് നമ്മെ ഒരാളും സ്നേഹിക്കുന്നില്ല. ഇതൊരു പ്രപഞ്ച സത്യമാണ്. ഞാൻ എന്നെ സ്നേഹിക്കുന്ന പോലെ ഒരിക്കലും എൻ്റെ ഭാര്യയ്ക്ക് എന്നെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. ഞാൻ എന്നെ സ്നേഹിക്കുന്ന പോലെ എൻ്റെ മക്കൾക്ക് എന്നെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. ഞാൻ എന്നെ സ്നേഹിക്കുന്ന പോലെ എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. അപ്പൻ്റെ കൈ എന്ന് പറഞ്ഞാട്ടെ ശ്രദ്ധിക്കേണ്ട എന്ന് നമ്മൾ ചോദിക്കും. അമ്മയുടെ കൈ എന്ന് പറഞ്ഞാട്ടെ സൂക്ഷിക്കേണ്ടേ എന്ന് ചോദിക്കും. നമ്മുടെ കൈ എന്ന് പറഞ്ഞാട്ടെ അവരിലേക്കാൾ കൂടുതൽ നാം എന്ത് ചെയ്യും? വേദനപ്പെടും. നമുക്ക് നമ്മളോടാണ് ഈ ലോകത്ത് ഏറെ ഇഷ്ടം. പ്രിയപ്പെട്ടവരെ, അവൻ പറഞ്ഞ വാക്ക് ഒന്ന് ചിന്തിച്ചു നോക്കി. എങ്ങനെയാണ് അയൽക്കാരനെ സ്നേഹിക്കേണ്ടത്? ഈ ലോകത്ത് മറ്റാരും സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നീ നിന്നെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ. അർത്ഥം വ്യത്യാസമായി പോയി. ഈ ലോകത്ത് നമ്മെ ഏറെ ഇഷ്ടം ആരെയാണ്? നമുക്ക് നമ്മെയാണ്. നാം നമ്മെ സ്നേഹിക്കുന്ന പോലെ തന്നെയാകണം തൊട്ടടുത്തവനെ സ്നേഹിക്കേണ്ടത്. വീണ്ടും അവൻ പറഞ്ഞു കൊടുത്തു, നീ നിന്റെ ശത്രുക്കളെ സ്നേഹിക്കണം. പണ്ട് ഞാനിരുന്നൊരു ദേവാലയത്തിന് എൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മക്കളെ, യു ഷുഡ് പ്രേ ഫോർ യുവർ എനിമി. നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നിങ്ങൾ നിരന്തരം, നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആരോട് വഴക്കൂടിയൊന്നും ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം. യു ഷുഡ് പ്രേ ഫോർ യുവർ എനിമി. ഇപ്പോൾ ഒരു കൊച്ചു കുറുമ്പൻ എണീറ്റ് പറഞ്ഞു, ഫാദർ, ഐ ഹാവ് നോ എനിമി. ഈ കാലത്ത് ശത്രുക്കളില്ലാത്ത പിള്ളേരും. അവൻ പറയാണ്, ഫാദർ, ഐ ഹാവ് നോ എനിമി ബിക്കോസ് ദെയർ ഇസ് എ മീ ഇൻ എനിമി. അവൻ്റെ അമ്മ പഠിപ്പിച്ചു കൊടുത്തതാ. എനിമിയിൽ എന്തുണ്ട്? മീ ഉണ്ട്. അവൻ്റെ അമ്മ പറഞ്ഞു, മക്കളെ, ഓരോ ശത്രുക്കളെയും, നിനക്കെതിരായി വരുന്ന ഓരോ കൂട്ടുകാരിലും നീ ആരെ കാണണം? നിന്നെ കാണണം. അപ്പോൾ ഒരിക്കലും നിനക്ക് അവനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വെറുക്കാൻ പറ്റത്തില്ല. നോക്കിയേ, ക്രിസ്തുവിൻ്റെ ഇടപെടലും ക്രിസ്തുവിൻ്റെ വചനവും അവൻ്റെ ചിന്താഗതികളും നാം ചിന്തിക്കുന്നത് പോലെയല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ ലോജിക്ക് മനുഷ്യൻ്റെ ലോജിക്കിൽ നിന്ന് എൻ്റേർലി ഡിഫറൻ്റ് ആണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഇവിടെ മൂത്തവരിൽ നിന്ന് ഇളയവരിലേക്ക് ദൈവ അനുഗ്രഹം വേർതിരിക്കുന്നുണ്ടെങ്കിൽ അവൻ അവൻ്റേതായ ഒരു ചിന്താഗതി നമ്മിലേക്ക് പകരുവാനുണ്ട് എന്നതാണ് പരമമായ സത്യം. ഈ രാത്രി നിങ്ങൾ സ്വഭവനങ്ങളിലേക്ക് മടങ്ങുമ്പോൾ ഇന്ന് എന്ത് മനസ്സിലാക്കി എന്ന് ചോദിക്കുവാൻ നിങ്ങളോട് ആരെങ്കിലും ഉതിർന്നാൽ നിങ്ങൾ പറയേണ്ടുന്ന 2 വാക്കുകൾ, ഈ പ്രസംഗത്തിൻ്റെ കാതലായ ഭാഗം 2 വാക്കുകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. 2 എബ്രായ വാക്കുകളെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതാണ് ഈ പ്രസംഗത്തിൻ്റെ സാരാംശം. ഒന്നാമത്തെ വാക്ക് ബെക്കോറ. ഒന്ന് പറയാമോ? ബെക്കോറ പറഞ്ഞേ. ഒന്നുകൂടെ പറഞ്ഞേ. ഇപ്പം കറക്റ്റായി. കൊച്ചുങ്ങൾക്ക് കറക്റ്റായി, മുതിർന്നവർക്ക് കറക്റ്റായില്ല. കുഴപ്പമില്ല.
രണ്ടാമത്തെ വാക്ക് ബറാക്ക എന്ന് പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. ഓക്കെ, ആദ്യത്തെ വാക്ക് എന്താണ്? രണ്ടാമത്തെ വാക്ക് എന്താണ്? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്താളുകളിൽ അനുഗ്രഹം എന്നതിന് കുറിക്കുന്ന രണ്ട് പദങ്ങളാണ്. നമ്മൾ മലയാളത്തിൽ പര്യായം എന്ന് പറയുന്ന പോലെ അനുഗ്രഹം എന്നതിന് കുറിക്കുന്ന പഴയ നിയമത്തിലെ രണ്ട് വാക്കുകളാണ് ബെക്കോറ, ബറാക്ക. ഈ രണ്ട് വാക്കുകൾ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. എന്താണ് ബെക്കോറ എന്ന് ഞാൻ പറഞ്ഞുതരാം. ബെക്കോറ എന്നാൽ ഈ ലോകത്തിൻ്റെ മാനദണ്ഡ പ്രകാരം ഒരാൾക്ക് കൊടുക്കുന്ന അനുഗ്രഹത്തിന് വിളിക്കുന്ന പേരാണ് ബെക്കോറ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ക്ലാസ്സിൽ 50 പേരുണ്ട്. 50 മേടിച്ചവൻ ഒന്നാമൻ, 50-49 മേടിച്ചവൻ, 50-48 മേടിച്ചവൻ. ഇതാരുണ്ടാക്കിയ? ഈ മാനദണ്ഡം ആരുണ്ടാക്കിയതാണ്? നമ്മളുണ്ടാക്കിയതാണ്. അപ്പം ഇങ്ങനെ മാനദണ്ഡത്താൽ ഒരാളെ അനുഗ്രഹിച്ചാൽ ആ അനുഗ്രഹത്തിന് വിളിക്കുന്ന പേരാണ് ബെക്കോറ. വീട്ടിൽ നല്ല പലഹാരം ഉണ്ടാക്കി, ചേച്ചിയുണ്ട്, ഞാനും ഉണ്ട്. അമ്മ പറഞ്ഞു ആദ്യം ചേച്ചിക്ക് കൊടുക്കണം, എന്നിട്ട് എന്ത് ചെയ്യാവൂ? കഴിക്കാവൂ. ആദ്യം മൂത്തവന്, പിന്നെ ഇളയവന്, പിന്നെ ഇളയവന്, പിന്നെ ഇളയവന്. ആരുണ്ടാക്കി ഈ മാനദണ്ഡം? ഇത് ലോകം ഉണ്ടാക്കി. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ മാനദണ്ഡ പ്രകാരം, ലോകം ഉണ്ടാക്കിയ ക്രൈറ്റീരിയ പ്രകാരം ഒരാളെ അനുഗ്രഹിച്ചാൽ ആ അനുഗ്രഹത്തിന് വിളിക്കുന്ന പേരാണ് ബെക്കോറ. നാം ഒരാളെ അനുഗ്രഹിക്കുന്നത് ഈ അനുഗ്രഹപ്രദമാണ്. മൂത്തവനിൽ നിന്ന് ഇളയവരിലേക്ക് ഈ അനുഗ്രഹങ്ങൾ ഒരുക്കപ്പെടുമ്പോൾ ഇങ്ങനെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്തിന് വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രായ പദത്തിൽ കുറിക്കുന്ന പേരാണ് ബെക്കോറ. എന്നാൽ രണ്ടാമത്തെ ഒരു അനുഗ്രഹമുണ്ട്, ബറാക്ക. ഇതിന് മാനദണ്ഡമില്ല. ദൈവം ഒരു മനുഷ്യനെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്തിന് വിളിക്കുന്ന പേരാണ് ബറാക്ക. ഇതിന് മാനദണ്ഡമില്ല. മൂത്തവനെന്നോ ഇളയവനെന്നോ പ്രായമുള്ളവനെന്നോ ചെറുപ്പക്കാരനെന്നോ ബാലനെന്നോ ബാലികയെന്നോ മുമ്പേ വന്നവനെന്നോ പിൻപേ വന്നവനെന്നോ മധ്യമേ വന്നവനെന്നോ ദൈവത്തിന് മാനദണ്ഡമില്ല. മാനദണ്ഡങ്ങളില്ലാതെ ദൈവം ഒരുവനെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്തിന് വിളിക്കുന്ന പേരാണ് ബറാക്ക. പ്രിയപ്പെട്ടവരെ, തലേ രാത്രി ഇസഹാക്കിൻ്റെ മുമ്പിൽ ഏശാവ് പൊട്ടിക്കരയുന്നത് ഈ ലോകത്തിൻ്റെ മാനദണ്ഡപ്രകാരം അവന് കിട്ടേണ്ടുന്ന അനുഗ്രഹത്തിന് വേണ്ടിയല്ല. പിന്നെയോ അപ്പൻ മൂത്തവന് അപ്പനിലൂടെ കിട്ടിയ അനുഗ്രഹം കൊടുക്കുന്ന ദൈവത്തിൻ്റെ ബറാക്കായ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം ആര് കവർന്നുകൊണ്ട് പോയി? യാക്കോബ് കവർന്നുകൊണ്ട് പോയി. പിറ്റേന്ന് രാവിലെ ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുകയാണ്. ആ അനുഗ്രഹം എന്താണ്? ഈ ലോകത്തിൻ്റെ മാനദണ്ഡപ്രകാരം ഒരപ്പൻ മകനെ അനുഗ്രഹിക്കേണ്ട അനുഗ്രഹമായ ബെക്കോറയാണ് പിറ്റേന്ന് രാവിലെ ഇസഹാക്ക് ആർക്ക് കൊടുക്കുന്നത്? യാക്കോബിന് കൊടുക്കുന്നത്. മനസ്സിലായോ? തലേ രാത്രി ദൈവം തന്ന ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ ഇസഹാക്ക് കൊടുക്കാൻ ആഗ്രഹിച്ചു. ആ അനുഗ്രഹം ആര് മേടിച്ചുകൊണ്ട് പോയി? യാക്കോബ് ചതിവിലൂടെ മേടിച്ചുകൊണ്ട് പോയി. പിറ്റേന്ന് രാവിലെ ഇസഹാക്ക് യാക്കോബിനെ അടുക്ക വിളിച്ചു കൊടുക്കുന്ന അനുഗ്രഹം എന്താണ്? അത് ബറാക്കയല്ല, ബെക്കോറയാണ്. പക്ഷെ വേദപുസ്തകത്തിൽ മലയാളത്തിൽ വരുമ്പോഴാണ് രണ്ടും എന്തായിപ്പോയത്? അനുഗ്രഹം എന്നായിപ്പോയത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കട്ടെ. അല്പം കൂടെ വിശദമായി പറഞ്ഞുതരാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അനുഗ്രഹമായ ബറാക്ക എന്ന അനുഗ്രഹത്തിൻ്റെ വ്യത്യാസം എന്താണെന്ന് അറിയണമെങ്കിൽ ദൈവം അബ്രഹാമിനെ വിളിച്ച് അനുഗ്രഹിക്കുന്നത് നമ്മൾ പഠിക്കണം. അബ്രഹാമിനെ വിളിച്ച് അനുഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. അബ്രഹാമിനെ വിളിക്കുന്നു, എന്നിട്ട് പറയുകയാണ്, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ഐ വിൽ ബ്ലസ് യു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ്, നീ തന്നെ ഒരനുഗ്രഹമാകും. യു വിൽ ബി എ ബ്ലസ്സിങ്. അപ്പൊ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പ്രത്യേകത, ദൈവം ഒരുവനെ അനുഗ്രഹിച്ചാൽ അവൻ തന്നെ എന്താവും? ഒരനുഗ്രഹം. ദൈവം പുരോഹിതനെ അനുഗ്രഹിക്കുന്നു. വിശുദ്ധ കുർബാന ചൊല്ലുമ്പോൾ ഇരു കൈകളും സ്വർഗത്തേക്ക് ഉയർത്തി നിൽക്കുന്ന പുരോഹിതനെ ദൈവം അനുഗ്രഹിക്കുന്നു. എന്തനുഗ്രഹം? ബറാക്ക. ഇത് കിട്ടിയ പുരോഹിതൻ തിരിഞ്ഞു നിന്ന് ജനത്തെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തുണ്ടാകട്ടെ?
എന്തനുഗ്രഹം? ബറാക്ക. പ്രിയപ്പെട്ടവരെ, ദൈവം തെരഞ്ഞെടുത്ത് അനുഗ്രഹിക്കുന്നത് പിന്നീട് അവൻ തന്നെ എന്താകാനാണ്? ഒരനുഗ്രഹമാകുവാനാണ്. ഇസ്ഹാക്കിന് പിതൃപാരമ്പര്യത്തിലൂടെ കിട്ടിയ അനുഗ്രഹമാണ് ഇസ്ഹാക്ക് ഏശാവിന് കൊടുക്കുവാൻ ആഗ്രഹിച്ചത്. പക്ഷേ യാക്കോബ് അതെന്ത് ചെയ്തു? ചതുവിലൂടെ വാങ്ങിപ്പോയി. അപ്പോൾ നമുക്കൊന്ന് പഠിക്കാം. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു, ശരിയല്ലേ? ശരിയാണോ? ആ അനുഗ്രഹം എന്താണെന്ന് അച്ഛൻ പറഞ്ഞത്? ഒന്ന് പറയാവോ? ബറാക്ക. നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് അറിയാനാ. അപ്പൊ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. എന്തനുഗ്രഹം? ബറാക്ക. അബ്രഹാം മകനായ ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചു. എന്തനുഗ്രഹം? ബറാക്ക. ഇസ്ഹാക്ക് മകനായ യാക്കോബിനെ അനുഗ്രഹിച്ചു. എന്തനുഗ്രഹം? ബറാക്ക. യാക്കോബ് ആരെ അനുഗ്രഹിച്ചു? ചോദ്യം ആവർത്തിക്കാം. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു, അബ്രഹാം ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു. യാക്കോബോ ഇതിനൊരു ഉത്തരം വേണമല്ലോ. നമ്മളൊരു വിഷയം പഠിക്കുകയാണ്. നിങ്ങൾ ഉത്തരം പറയട്ടെ. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു, അബ്രഹാം ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു. യാക്കോബോ ഉത്തരവില്ല. പ്രകൃതി എനിക്ക് ഉത്തരം തരുന്ന പോലെ എനിക്ക് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, യാക്കോബ് ആരെയാണ് അനുഗ്രഹിച്ചത്? നമ്മുടെ മനസ്സിലുള്ള ഉത്തരം ഇതാണ്, യൗസേപ്പ് എന്നാണ്, അല്ലേ? യൗസേപ്പിനെ അല്ലേ? യാക്കോബ് യൗസേപ്പിനെ അല്ലേ അനുഗ്രഹിച്ചത്? അല്ല എന്നതാണ് ശരി. വിശുദ്ധ വേദപുസ്തകത്തിന്റെ പഴയ നിയമത്താളുകളെ അല്പവും കൂടെ അർത്ഥസമ്പുഷ്ടമായി പഠിക്കുമ്പോഴാണ് യാക്കോബ് ആരെയാണ് അനുഗ്രഹിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യാക്കോബിലുള്ള അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമായ ബറാക്ക. ദൈവത്തിൻ്റെ അനുഗ്രഹമായ ബറാക്ക യാക്കോബ് ആർക്ക് കൊടുത്തു എന്നറിയുവാൻ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 48-ാം അധ്യായം നമ്മൾ വായിക്കുക. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യൗസേപ്പിൻ്റെ നാട്ടിലേക്ക് യാക്കോബും സഹോദരങ്ങളും ഒക്കെ വന്നു. യാക്കോബിന് കണ്ണ് കാണാൻ വയ്യ, അദ്ദേഹം വൃദ്ധനായി. ആ ദിവസം യൗസേപ്പ് തൻ്റെ 2 മക്കളെ, ആരൊക്കെയാണ്? മൂത്തവൻ്റെ പേര് മനശ്ശെ, ഇളയവൻ്റെ പേര് എഫ്രൈം. മൂത്തവൻ്റെ പേരെന്താ? മനശ്ശെ, ഇളയവൻ്റെ പേര് എഫ്രൈം. അപ്പൊ മൂത്തവനായ മനശ്ശെയും ഇളയവനായ എഫ്രൈമിനെയും ആരടുക്ക കൊണ്ടുപോയിയാണ്? വല്യപ്പച്ചനായ യാക്കോബിൻ്റെ അടുക്ക കൊണ്ടുപോയിയാണ്. ഈ മക്കളെ കൊണ്ടുവന്നപ്പോൾ തന്നെ യാക്കോബ് കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ല, കുഞ്ഞുങ്ങളെ അറിയത്തില്ല. അപ്പോഴാണ് യാക്കോബ് യൗസേപ്പിനോട് പറയുന്നത്, 48-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. യാക്കോബ് യൗസേപ്പിനോട് പറയുകയാണ്, യൗസേപ്പേ, നീ ദേശത്ത് വന്നപ്പോൾ നിനക്കുണ്ടായ 2 മക്കളെ ഞാൻ എടുക്കുക. നിനക്ക് 2 മക്കളുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, അവരെ ഞാൻ എടുക്കുകയാണ്. ആരെ പോലെയാണെന്നറിയാമോ? അവിടെ വാക്യം വായിക്കുക, രൂബേനെയും ശിമിയോനെയും പോലെ ഞാൻ എടുക്കുക. ആരാണ് രൂബേനും ശിമിയോനും? യാക്കോബിൻ്റെ മക്കള്, യൗസേപ്പിൻ്റെ സഹോദരങ്ങൾ. അപ്പൊ യാക്കോബ് എന്താണ് പറയുന്നത്? യൗസേപ്പേ, നിന്റെ മക്കളെ ഞാൻ നിന്റെ സഹോദരങ്ങളായി എടുക്കുകയാണ്. എന്തിനാണെന്ന് അച്ഛൻ പറഞ്ഞു തരാം. അപ്പൊ യാക്കോബ് പറയാണ്, നിന്റെ സഹോദരങ്ങളായ രൂബേനെയും ശിമിയോനെയും പോലെ നിന്റെ 2 മക്കളെ ഞാൻ ഇഞ്ഞെടുക്കുകയാണ്. അടുത്ത വാക്യം നിങ്ങൾ കേട്ടോണം. യൗസേപ്പേ, ഇനി നിനക്ക് മക്കൾ ഉണ്ടാവുകയാണെങ്കിൽ അവരൊക്കെ നിന്റെ മക്കളാ. 48-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. യാക്കോബ് പറയുകയാണ്, യൗസേപ്പേ, നിനക്ക് ഈ ദേശത്തുണ്ടായ 2 മക്കളെ ഞാൻ എടുക്കുന്നു, രൂബേനെയും ശിമിയോനെയും പോലെ. ഇനി നിനക്ക് മക്കൾ ഉണ്ടാകുന്നെങ്കിൽ അവർ നിന്റെ മക്കളായിരിക്കട്ടെ. ചോദിച്ചു, ഈ കൂടെ വന്നവരാരാ? യൗസേപ്പ് പറഞ്ഞു, അപ്പ ഇതാണ് എൻ്റെ മക്കള്. ഓ, ഇവരാണോ നിന്റെ മക്കള്? യൗസേപ്പ് വലത് വശത്ത് നിന്ന് അപ്പൻ്റെ വലത് കൈ ഉയർത്തുമ്പോൾ അനുഗ്രഹം കിട്ടാൻ തക്കവണ്ണം അപ്പൻ്റെ വലത് വശത്തേക്ക് മൂത്തവനായ മനശ്ശയെ കൊണ്ടു നിർത്തി. അപ്പനിൽ നിന്ന് അനുഗ്രഹം കിട്ടാൻ ഇളയ മകനായ എഫ്രൈമിനെ അപ്പൻ്റെ ഇടത് കരത്തിലേക്ക് കൊണ്ടു നിർത്തി. എന്നിട്ട് പറഞ്ഞു, അപ്പ അപ്പൻ്റെ വലത് കരത്തിൽ നിൽക്കുന്നവൻ മൂത്തവനായ മനശ്ശെ, അപ്പൻ്റെ ഇടത് കരത്തിൻ്റെ താഴെ നിൽക്കുന്നത് ഇളയവനായ എഫ്രൈം. എൻ്റെ മക്കളെ അനുഗ്രഹിച്ചേപ്പാ.
യാക്കോബ് എന്നാ ചെയ്തതെന്നറിയാമോ? മൂത്തവനെ അനുഗ്രഹിക്കേണ്ട വലത് കരം എടുത്ത് ഇളയവൻ്റെ തലയിൽ വെച്ചു. യൗസേപ്പിന് പെട്ടെന്ന് പ്രയാസമായി. പണ്ട് അപ്പച്ചന് ഇങ്ങനെ ഒരു പണി കിട്ടിയതാ. പണ്ട് അപ്പം പറഞ്ഞു, യോസേപ്പ് പറഞ്ഞു, അപ്പ തെറ്റി, മൂത്തവൻ മനസ്സിയാണ്, അവന്റെ തലയിലാണ് വലത് കരം വെക്കേണ്ടത്. അപ്പൊ യാക്കോബ് പറഞ്ഞു, ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. പ്രിയപ്പെട്ടവരെ, 48-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വരെ യൗസേപ്പിന്റെ മക്കളുടെ പേര് പറയുമ്പോൾ മനസ്സേന്നും എഫ്രൈമെന്നും പറഞ്ഞെങ്കിൽ, യാക്കോബ് ഈ മക്കളെ അനുഗ്രഹിച്ചതിന് ശേഷം വിശുദ്ധ വേദപുസ്തകം വായിച്ചു നോക്കിക്കോ. യൗസേപ്പിന്റെ മക്കളുടെ ഗോത്രങ്ങളുടെ പേര് പറയുമ്പോൾ ആദ്യം പറയുന്ന ആരുടെ പേരാ? എഫ്രൈമിൻ്റെതാണ്. ചരിത്രം മാറി. അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞപ്പോൾ ചരിത്രം മാറി. പറ, വലത് കര ഉയർത്തി യാക്കോബ് അനുഗ്രഹിച്ചത് ആരെയാണ്? എഫ്രൈമിനെയാണ്. അബ്രഹാമും ഇസാക്കിന് കൊടുത്തതും ഇസഹാക്ക് യാക്കോബിന് കൊടുത്തതും യാക്കോബിന് ലഭിച്ചതുമായ ദൈവത്തിന്റെ അനുഗ്രഹമായ ബറാക്ക യാക്കോബ് ഇസ്രായേൽ എന്നൊരു രാജ്യമുണ്ടായി. എന്നാൽ സോളമന്റെ മകൻ റഹാബോമിന്റെ കാലഘട്ടത്തിൽ ഈ ഗോത്രം രണ്ടായി വിഭജിക്കപ്പെട്ടു. 12 ഗോത്രങ്ങൾ ചേർന്ന് വടക്ക് ഇസ്രായേൽ എന്നും 2 ഗോത്രങ്ങൾ ചേർന്ന് തെക്ക് യൂദ എന്നും വിളിച്ചു. 10 ഗോത്രങ്ങൾ ചേർന്ന വടക്കുള്ള ഗോത്രത്തെ ഇസ്രായേലിനെ പിന്നീട് വിളിച്ച പേരാണ് എഫ്രൈം. അങ്ങനൊരു പാട്ട് തന്നെയുണ്ട്. എഫ്രൈം നീ എൻ്റെ വത്സലപുത്രൻ, പൊന്നോമന പുത്രൻ നീ. ദൈവത്തിൻ്റെ അനുഗ്രഹമായ ബറാക്ക യാക്കോബിലൂടെ യൗസേപ്പിലേക്കല്ല പോയത്, പിന്നെയോ എഫ്രൈമിലേക്കാണ്. ഇസ്രായേലിന്റെ കഥ പിന്നീട് വിശുദ്ധ വേദപുസ്തകത്തിന്റെ ചരിത്രത്താളുകളിൽ നാം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം എഫ്രൈം എന്ന ഗോത്രത്തിലൂടെ പുനർജനിക്കപ്പെടുന്നതും വ്യാഖ്യാനിക്കപ്പെടുന്നതും നിർവചിക്കപ്പെടുന്നതുമാണ് നാം വായിച്ചു പഠിക്കുന്നത്. അപ്പോഴൊരു ചോദ്യമാണ്, ഇപ്പൊ യൗസേപ്പിനെ അനുഗ്രഹിച്ചില്ലേ? യൗസേപ്പിനെ അനുഗ്രഹിച്ചു. വിശുദ്ധ വിവാഹ കൂദാശയില് അതിൻ്റെ 2-ാമത്തെ ശുശ്രൂഷയിൽ നാം പാടുന്ന മനോഹരമായ ഒരു പാട്ടുണ്ട്. ഹവ്വയോടാദാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ. അന്നേരം ആരുമില്ല, പള്ളിക്കകത്ത് ആരുമില്ല. ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയ ചെയ്തിടണമേ. ഹവ്വയോട് ആദത്തെ വാഴ്ത്തിയ ദൈവം ഈ ദമ്പതികളെ അനുഗ്രഹിക്കട്ടെ. സാറയോട് അബ്രഹാമിനെ വാഴ്ത്തിയ ദൈവം ഈ ദമ്പതികളെ അനുഗ്രഹിക്കട്ടെ. റബാക്കയോട് ഇസ്ഹാക്കിനെ വാഴ്ത്തിയ ദൈവം ഈ ദമ്പതികളെ അനുഗ്രഹിക്കട്ടെ. റാഹേലോട് യാക്കോബിനെ വാഴ്ത്തിയ ദൈവം ഈ മക്കളെ അനുഗ്രഹിക്കട്ടെ. അത് കഴിഞ്ഞൊരു ബാറക്കുമോറാണ്, ഒരു ശുഭഹോയാണ്, ഒരു മെനോലം ചൊല്ലി അടുത്ത വരി എന്താ? കല്യാണത്തിന് പോയിട്ടുള്ള ഒരു പാടിയാൽ മതി. അടുത്ത വരി എന്താ? പാട്. മിസ്രൈമിൽ ഇല്ല, സ്പാർക്കില്ല, ഞാൻ പാടാം. മിസ്രൈമിൽ യൗസേപ്പിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ, ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയ ചെയ്തിടണമേ. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? എന്നാ തോന്നാ? പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയ ചോദ്യമാണ്, ഇതിനു മുമ്പ് വരെ ആ ദമ്പതികളെ അനുഗ്രഹിച്ച ദൈവമേ, ആ ദമ്പതികളെ അനുഗ്രഹിച്ച പോലെ ഈ ദമ്പതികളെ അനുഗ്രഹിക്കണമെന്ന് പാടിയിട്ട് യൗസേപ്പിന്റെ കാര്യം വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് പറയുന്നില്ല. യൗസേപ്പിന്റെ കാര്യം പറയുന്നത് എങ്ങനെയാ? മിസ്രൈമിൽ യൗസേപ്പിനെ അനുഗ്രഹിച്ച ദൈവമേ, ആ അനുഗ്രഹം ഈ ദമ്പതികൾക്ക് കൊടുക്കണേ എന്നാണ്. അതെന്നതാ? യൗസേപ്പ് വിവാഹം കഴിച്ചില്ലേ? ഉൽപ്പത്തി പുസ്തകം വായിച്ചു നോക്കുക. 41 പൊത്തിബറുടെ മകൾ അസ്നത്തിനെ ആര് വിവാഹം കഴിച്ചു? യൗസേപ്പ്. അസ്നത്തോട് യൗസേപ്പിനെ വാഴ്ത്തിയ ദൈവം എന്ന് പാടാൻ പറ്റാത്തതിന്റെ പ്രയാസമാണോ? എന്തായിരിക്കും പിതാക്കന്മാര് ഈ വിധം ഒരു വരി ആ ആരാധനയുടെ അനുഭവത്തിൽ കൂട്ടിച്ചേർത്തത്? മക്കളെ, ദൈവം ചെയ്ത അനുഭവം എന്താണെന്ന് മനസ്സിലാക്കുക. ദൈവം ചെയ്ത അനുഭവം എന്നാണ്. മിസ്രൈമിൽ യൗസേപ്പിനെ കൊണ്ട് നിർത്തിയിട്ട് ദൈവം അവനെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, മക്കളെ,
നീ തന്നെ ഈ ദേശത്തിന് ഒരനുഗ്രഹമാകും. ദൈവം അവൻ എന്ത് കൊടുത്തു? ബറാക്ക കൊടുത്തു. ദൈവം യൗസേപ്പിനെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, യൗസേപ്പേ, നീ നിൽക്കുന്ന ഈ ദേശം നിന്നാൽ എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. പിന്നെ മോളെ, 2 ആമ്പിള്ളാറുള്ള വീട്ടിലോട്ടാണ് നിന്നെ കെട്ടിച്ചു വിടുന്നേ. നീ ചെന്ന് കയറി കഴിയുമ്പോൾ നീ തന്നെ ആ വീടിന് എന്താവണം? പറ, നീ തന്നെ ആ വീടിന് ഒരനുഗ്രഹമാകണം. മോനെ, 2 പെങ്കൊച്ചുങ്ങളാ. ഒരു മരുമോനായി നീ ആ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ മരുമോനായിട്ടല്ല, മകനായി നീ തന്നെ ആ വീടിന് എന്താവണം? ഒരനുഗ്രഹമാകണം. എങ്ങനെ? മിസ്രൈമില് യൗസേപ്പിനെ ദൈവം അനുഗ്രഹിച്ച് അവൻ തന്നെ ആ ദേശത്തിന് ഒരു അനുഗ്രഹമായി വർത്തിച്ച പോലെ, മക്കളെ, നിങ്ങൾ ചെന്ന് കയറുന്ന വീട്ടില്, നിങ്ങൾ ചെന്ന് കയറുന്ന ദേശത്ത്, ചെന്ന് കയറിയ ദേവാലയത്തിൽ നീ തന്നെ എന്താകണം? ഒരനുഗ്രഹമാകണം. അതാണ് ആ അനുഗ്രഹത്തിന്റെ വ്യത്യസ്തത. അതുവരെ ദമ്പതികളെ അനുഗ്രഹിച്ച ദൈവത്തിന്റെ അനുഗ്രഹം കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് അടുത്ത പറയുന്നത്, ചെന്ന് കയറുന്ന ദേശത്ത് നിങ്ങൾ തന്നെ ഒരു അനുഗ്രഹമായി വർത്തിക്കണം. ബറാക്ക. പ്രിയപ്പെട്ടവരെ, ഈ അനുഗ്രഹത്തിന്റെ ബോധ്യമായിരുന്നു പിതാക്കന്മാർക്ക് ആ വിധം കൂദാശക്രമത്തിൽ ഒരു വരി എഴുതുവാൻ പ്രേരിപ്പിച്ചത്. ഞാൻ മനസ്സിലാക്കി എൻ്റെ പഠനത്തിൽ നിന്നുകൊണ്ടുള്ള ആശയമാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇവിടെ എന്താണ് സ്പഷ്ടം? ദൈവത്തിൻ്റെ അനുഗ്രഹമായ ബറാക്ക, ഈ അനുഗ്രഹം നഷ്ടപ്പെട്ടപ്പോഴാണ് ഇസാക്കിന്റെ മുമ്പിൽ ഏശാവ് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞത്, അപ്പാ, ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരെണ്ണേ ഉള്ളൂ, എന്നെയും കൂടെ അനുഗ്രഹിക്കണേ. ഏശാവ് ഇസാക്കിന്റെ മുമ്പിൽ പൊട്ടിക്കരയുന്നത് അപ്പന്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ടുന്ന വെറുമൊരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ടല്ല. പിന്നെയോ, ആ അപ്പന് ദൈവം അബ്രഹാമിന് കൊടുത്തതും അബ്രഹാം ഇസാക്കിന് കൊടുത്തതുമായ ആ അനുഗ്രഹം തനിക്ക് കിട്ടണേ എന്ന് പറഞ്ഞിട്ടാണ് അവനവിടെ പൊട്ടിക്കരയുന്നത്. പിറ്റേന്ന് രാവിലെ യാക്കോബിനെ വിളിച്ച് ഇസ്ഹാക്ക് കൊടുക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമല്ല, പിന്നെയോ ഈ ലോകത്തിന്റെ മാനദണ്ഡ പ്രകാരം ഒരു മകന് അപ്പൻ കൊടുക്കേണ്ടുന്ന അനുഗ്രഹമാണ് ആര് കൊടുക്കുന്നത്? 28-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ആര് കൊടുക്കുന്നത്? ഇസ്ഹാക്ക് യാക്കോബിന് കൊടുക്കുന്നത്. പസിൽ 1 സോൾഡ്. 1-ാമത്തെ ഉത്തരം കിട്ടി. ഏശാവ് എന്തിനാ കരഞ്ഞെന്ന് കിട്ടി. ഏശാവ് എന്തിനാ കരഞ്ഞത്? വെറും ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ടല്ല, പിന്നെയോ ദൈവത്തിൻ്റെ അനുഗ്രഹമായ ബറാക്ക കിട്ടാണ്ട് പോയത് കൊണ്ടാണ് ഏശാവ് എന്ത് ചെയ്തത്? കരഞ്ഞത്. യാക്കോബ് എന്നതിനെ കരയുന്നേ? അവനല്ലേ ഇത് കിട്ടിയേ. ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടി, അപ്പൻ്റെ കയ്യിൽ നിന്ന് സഹോദരന് കിട്ടേണ്ട അനുഗ്രഹം കിട്ടി. പിന്നെ എന്നാത്തിനാ ഇവൻ ഈ യാബോക്ക് കടവിൻ്റെ ഇക്കരെ കടന്ന് എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നത്? അതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട്. ചുരുങ്ങിയ വാക്കുകളിൽ പറയട്ടെ, യാക്കോബ് യാബോക്ക് കടവിൻ്റെ ഇക്കരെ പൊട്ടിക്കരയുന്നത് മറ്റൊരു കഥയുടെ പിൻബലമാണ്. അവിടെ ഇങ്ങനെ നമുക്ക് പഠിക്കാം, യാക്കോബ് ദൈവത്തിൻ്റെ അനുഗ്രഹം മേടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ നുറുക്കപ്പെടുന്ന അനുഭവങ്ങളായിരിക്കും. സങ്കടങ്ങളും വേദനകളും പ്രതികൂലതകളും രോഗങ്ങളും തിക്തമായ ജീവിത അനുഭവങ്ങളൊക്കെ ആയിരിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരുക്കം മേടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വല്ലാണ്ട് ഓടും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കിട്ടിയത് ദൈവത്തിൻ്റെ അനുഗ്രഹമായതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം മേടിച്ചവൻ്റെ ജീവിതം നുറുക്കപ്പെട്ട ജീവിതമാണ്. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച വിശുദ്ധ വേദപുസ്തകത്തിൽ ഏവങ്കേലിയൻ ചിന്തയിലൂടെ നമ്മൾ വായിച്ചു, കർത്താവ് 5 അപ്പം എടുത്തിട്ട് ഉയരങ്ങളിലേക്ക് നോക്കി വാഴ്ത്തി നുറുക്കി. വാഴ്ത്തിയിട്ടുണ്ട്, നുറുക്കും. ദൈവം ഒരുവനെ എടുത്ത് വാഴ്ത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ, അവനെ നന്നായിട്ട് നുറുക്കും. സങ്കടം ഉണ്ടാകുമ്പോൾ, വേദന ഉണ്ടാകുമ്പോൾ, രോഗം ഉണ്ടാകുമ്പോൾ എനിക്കെന്താ ഇത് തന്നെന്ന് ചോദിക്കാതെ ദൈവത്തോട് നന്ദി പറയണം. കാരണം നിനക്ക് സങ്കടവും വേദനയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ എടുത്തിട്ടുണ്ട്, ദൈവം നിന്നെ വാഴ്ത്തുന്നുണ്ട്. ദൈവം നിന്നെ വാഴ്ത്തുന്നത് കൊണ്ടാണ് നിനക്ക് ഈ നുറുക്കൽ ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, സങ്കടപ്പെടരുത്. യാക്കോബിനെ ദൈവം എടുത്തത് കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ നുറുക്കപ്പെടുന്ന അനുഭവങ്ങളാണ്. നോക്കിയേ, അവൻ ഓടി പോകുമ്പോൾ അവൻ വളരെ വേദനിച്ചുകൊണ്ട് ഒരിടത്ത് കിടന്നുറങ്ങുക. ആ ഉറക്കത്തിൽ അവൻ എന്ത് കാണുന്നു? ഒരു സ്വപ്നം കാണുകയാണ്. അപ്പം നുറുക്കപ്പെടുന്നവൻ്റെ ജീവിതത്തിൽ ദർശനങ്ങളുണ്ടാവും. നുറുക്കപ്പെടുന്നവൻ്റെ ജീവിതത്തിൽ ദൈവം അവനോട് സംസാരിക്കുന്ന അനുഭവങ്ങളുണ്ടാവും. ആ രാത്രി ദൈവത്തിൻ്റെ ദൂതൻ യാക്കോബിനോട് സംസാരിക്കുകയാണ്. എവിടെ വെച്ച്? ബഥേലിൽ വെച്ച്.
യാക്കോവ് ഒരു ചെറിയ കല്ലെടുത്തിട്ട് അവിടെ തലവെച്ച് കിടന്നുറങ്ങുമ്പോഴാണ് സ്വപ്നം കാണുന്നത്. എന്താണ് യാക്കോവ് കണ്ട സ്വപ്നം? ഒരു ഗോവേണി. അതിൻ്റെ അറ്റം എവിടെ നിൽക്കുന്നു? സ്വർഗത്ത്. മറ്റേ അറ്റം എവിടെ നിൽക്കുന്നു? ഭൂമിയിൽ. ഈ ഏണിയിലൂടെ ആര് കയറി ഇറങ്ങുകയും ചെയ്യുന്നു? മാലാഖമാര് കയറി ഇറങ്ങുകയും ചെയ്യുന്നു. ഇതാണ് യാക്കോവ് കണ്ട സ്വപ്നം. കുഞ്ഞുങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഈ സ്വപ്നം വല്ലതും കണ്ടിട്ടുണ്ടോ? ഇല്ല. യാക്കോവ് ഒരു സ്വപ്നം കണ്ടു. ഒരറ്റം സ്വർഗത്ത് നിൽക്കുന്ന ഒരു ഏണി, മറ്റേ അറ്റം ഭൂമിയിൽ. അതിലൂടെ മാലാഖമാര് കയറി ഇറങ്ങുകയും ചെയ്യുക. മക്കളെ, സ്വർഗം എവിടെയാ? മോളിൽ. മോളിൽ എന്ന് വെച്ചാൽ ആകാശത്ത്. ആകാശം എന്ന് വെച്ചാൽ ഈ ക്ലൗഡൊക്കെ നിൽക്കുന്നിടത്താണോ? അല്ല, അതിനപ്പുറം. അപ്പം കാണാൻ പറ്റുമോ? കാണാൻ പറ്റുന്നതിനപ്പുറമാണ് എന്ത്? സ്വർഗം. ശരിയാണോ? ശരിയാ. അവൻ മിടുക്കനാ. അവൻ മാത്രം എനിക്ക് ഉണർന്നിരിക്കുന്നുണ്ട്. നിനക്ക് ഉപന്യാസത്തിൽ 1-ാം സ്ഥാനം കിട്ടും, പക്ഷെ നീ എഴുതുന്നില്ല. പക്ഷെ നീ ഉത്തരം പറയുന്നുണ്ട്. സ്വർഗമുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എടാ, നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ യാക്കോവ് പറയുന്നുണ്ട്. അവൻ ബുക്ക് എടുക്കാൻ പോയതായിരിക്കില്ലേ? യാക്കോവ് പറയുകയാണ്, സ്വർഗത്തിൻ്റെ അറ്റത്ത് എന്തിരിക്കുന്നു? അല്ല, ഏണിയുടെ അറ്റം എവിടെ ഇരിക്കുന്നു? സ്വർഗത്തിരിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പം നമുക്ക്, എനിക്കിപ്പോൾ ഇവിടെ നോക്കിയെല്ലാം മതിലിൻ്റെ അറ്റം വരെ കാണാം. അങ്ങോട്ടുള്ളത് എനിക്ക് വിഷൻ പ്രയാസമാണ്. അപ്പോൾ യാക്കോവ് പറയുകയാണ്, ഏണിയുടെ അറ്റം എവിടെ ഇരിക്കുക? അപ്പം യാക്കോവ് കള്ളമല്ലേ പറഞ്ഞേ? നമ്മുടെ കാഴ്ചയ്ക്ക് ഒരു പരിധിയില്ലേ? കാഴ്ചക്കൊക്കെ ഒരു പരിധിയില്ലേ? ഇന്ന് വരെ കാണാൻ പറ്റാത്ത അങ്ങറ്റത്ത് ഏണിയുടെ അറ്റം സ്വർഗത്ത് നിൽക്കുമെന്ന് പറയുമ്പോൾ യാക്കോവ് കള്ളമല്ലേ പറഞ്ഞേ? മക്കളെ, അങ്ങനല്ല. യാക്കോവ് കണ്ട സ്വപ്നം കള്ളമല്ല. എന്താണെന്ന് ചോദിച്ചാൽ, ആ രാത്രി യാക്കോവിനെ കാണുവാൻ തക്കവണ്ണം സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആ രാത്രി യാക്കോവിനെ കാണുവാൻ തക്കവണ്ണം സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഈ ഇറക്കത്തിലാണ് യാക്കോവ് യോണിയുടെ അറ്റം സ്വർഗത്തും മറ്റേ അറ്റം ഭൂമിയിലുമായി കാണുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ ആരാധനയുടെ അനുഭവത്തിൽ സ്വർഗം കണ്ടിട്ടുണ്ടോ? അച്ഛൻ വന്നതിന് ശേഷം ഞങ്ങൾ സ്വർഗം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതല്ല ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ ആരാധനയുടെ അനുഭവത്തിൽ നിങ്ങൾ സ്വർഗം കാണുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരാധിക്കുന്നത് എവിടെ നിന്നാണ്? ദേവാലയത്തിൽ നിന്നാണോ? അല്ല. നമ്മൾ ആരാധിക്കുന്നത് സ്വർഗത്തിൽ നിന്നാണ്. അമ്മ മറിയ എവിടെയാണ് നിൽക്കുന്നേ? സ്വർഗത്ത. ഏലിയ നബി എവിടെ നിൽക്കുന്നേ? സ്വർഗത്ത. പരിമല തിരുമേനി എവിടെ നിൽക്കുന്നേ? സ്വർഗത്തിലാണ്. വാങ്ങിപ്പോയ വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരും പിതാക്കന്മാരൊക്കെ നിൽക്കുന്നത് എവിടെയാണ്? സ്വർഗത്താണ്. ഉറപ്പാണേ? ഉറപ്പാണ്. നമ്മൾ പ്രഭാത നമസ്കാരത്തിൽ പാടുന്ന മനോഹരമായ ഒരു പാട്ടുണ്ട്. നിഷ്ഠയിൽ നിന്നെ പ്രസവിച്ച പാവന കന്യകയോടൊപ്പം നാദാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാ. നമ്മൾ പാടിയാണ് കന്യക മറിയാമിനൊപ്പം, അംസുൽത്തോ വിത്ത് കന്യക മറിയാമിനൊപ്പം, പരിമല തിരുമേനിക്കൊപ്പം, വട്ടശ്ശേരി തിരുമേനിക്കൊപ്പം, നിബിയന്മാർക്കൊപ്പം, വാങ്ങിപ്പോയ പിതാക്കന്മാർക്കൊപ്പം നിന്നെ ആരാധിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അവരൊക്കെ സ്വർഗത്തിലാണെങ്കിൽ അവർക്കൊപ്പം ആരാധിക്കുന്നത് നമ്മളെവിടാണ്? എവിടെയാ? സ്വർഗത്തിലാണ്. മക്കളെ, നമ്മൾ സ്വർഗത്തിൽ ആരാധന. അതുകൊണ്ടാണ് നമ്മുടെ ക്രിസ്തീയ ആരാധനയെ സ്വർഗീയ ആരാധന എന്ന് വിളിക്കുന്നത്. ഭൂമിയിലല്ല നടക്കുന്നത്, പിന്നെ എവിടെയാ? സ്വർഗത്തിലാ. മാലാഖമാരുടെ അനുഭവം വർദ്ധിക്കുന്ന ആ തിരുശീല മാറ്റുമ്പോൾ അത് ആ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു. കെരൂബുകൾ തങ്ങളുടെ ചിറകുകളിട്ട് അടിക്കുന്ന ശബ്ദം, മാലാഖമാർ പറന്നിറങ്ങുന്ന ശബ്ദം, ദൈവത്തിന്റെ കാഹളം സ്മരിക്കുന്ന കെരൂബുകളുടെയും ശ്രോപ്യന്മാരുടെയും കാദീസ് 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 എന്ന ഗീതർത്തനങ്ങൾ, ഇതെവിടെയാണ് സംഭവിക്കുന്നത്? ഭൂമിയിലാണോ? സ്വർഗത്താണ്. ആരാധനയെ നമ്മൾ എവിടെയാണ് സംബന്ധിക്കുന്നത്? സ്വർഗത്താണ്. അതുകൊണ്ടാണ് പുരോഹിതൻ ഈ ബോധ്യം വിട്ടുപോകാതിരിക്കാൻ പറയുന്നുണ്ട്, നിങ്ങളുടെ നോട്ടവും ചിന്തകളും വിചാരങ്ങളും ഒക്കെ എങ്ങോട്ടായിരിക്കണം? ഈ സ്വർഗത്ത് പിതാവ് ദൈവത്തിന്റെ വലതു ഭാഗത്ത് പുത്രൻ തമ്പുരാൻ ഇരിക്കുന്നിടത്തോട്ടായിരിക്കണം. സ്വർഗം വിട്ടിറങ്ങിപ്പോരുതാരും. പക്ഷെ പള്ളി വരുന്ന പലർക്ക് സ്വർഗത്തിരിക്കണമെന്നും ആഗ്രഹമൊന്നുമില്ല. അവരൊക്കെ ഇങ്ങനെ ഭൂമിയിൽ ഊഴാടി നടക്കുക. ഇവിടെ സ്വർഗീയ ആരാധന നടക്കുക, സ്വർഗത്ത് നിന്നുകൊണ്ട് ആരാധിക്കുന്നത്.
പ്രിയപ്പെട്ടവരെ, യാക്കോവ് നമ്മളോട് പറയുകയാണ്, സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരും. നമ്മുടെ ആരാധനയുടെ അനുഭവത്തിൽ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അതാണ് നമ്മളേറെ ശ്രേഷ്ഠകരമായി മനസ്സിലാക്കേണ്ട ചിന്ത. ഈ ദർശനമാണ് യാക്കോവ് നമ്മളോട് പറഞ്ഞു നൽകുന്നത്. നോക്കി, യാക്കോവിൻ്റെ അടുത്ത ജീവിത അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ്റെ ജീവിതത്തിൽ അവൻ കണ്ട സ്വപ്നങ്ങളൊക്കെ തകർക്കെറിയപ്പെടുന്ന അനുഭവങ്ങളാണ് അടുത്തത്. അവൻ കണ്ട സ്വപ്നമൊക്കെ പോയി. ദൈവം ഒരു മനുഷ്യനെ എടുത്തിട്ടുണ്ടെങ്കിൽ നുറുക്കുമെന്ന് അച്ഛൻ പറഞ്ഞല്ലോ. നുറുക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ദർശനങ്ങളുണ്ടാകും. 2, ദൈവം അവൻ കണ്ട സ്വപ്നങ്ങളൊക്കെ നശിപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ സ്വപ്നം എന്ത് ചെയ്തും അവൻ്റെ മനസ്സിലിട്ട് കൊടുക്കും. യാക്കോബ് ഒരു സ്വപ്നം കണ്ടു, മോള് റാഹേലിനെ വിവാഹം കഴിക്കണമെന്ന്. പക്ഷെ ആദ്യം ലേയാണ് വിവാഹം കഴിച്ചത്. അവൻ കണ്ട സ്വപ്നമൊക്കെ പോയി. ദൈവം അവന് കുറേ മറ്റു സ്വപ്നങ്ങളാണ് കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലും ദൈവം കണ്ട നിങ്ങൾക്ക് നൽകുന്ന സ്വപ്നങ്ങൾ നിറവേറ്റപ്പെടുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ തകർക്കപ്പെടും. നിങ്ങൾ നിരാശപ്പെടരുത്, നിങ്ങൾ സങ്കടപ്പെടരുത്. നിങ്ങൾ സങ്കടപ്പെടുമ്പോൾ, വേദനിക്കുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ഈ വചനം നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തണം. ഈ വചനം നിങ്ങളോട് സംസാരിക്കും. ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് സംസാരിക്കും. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയട്ടെ. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സങ്കടം ഉണ്ടായ ഒരു രാത്രി, എല്ലാവരാലും കളിയാക്കപ്പെട്ട് തിരസ്കരിക്കപ്പെട്ട ഒരു രാത്രി. ആ രാത്രി ഞാൻ വേദപുസ്തകം എടുത്തിട്ട് പറഞ്ഞു, ദൈവമേ, നീ എന്നോടൊന്ന് സംസാരിക്കണേ. നിനക്ക് എന്നോട് എൻ്റെ സങ്കടത്തിൽ എന്നോട് പറയാനുള്ളത് എന്നോട് പറയുവാൻ ഒരു വേദഭാഗം എനിക്ക് കാട്ടിത്തരണേന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ തുറന്നെടുത്ത് വായിച്ച വേദഭാഗമാണ് 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ. ഞാൻ ആ വാക്യം അല്പം കൂടെ സ്പഷ്ടമായി വായിച്ചു. അവിടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു മുള്ളിരിക്കുകയാണ്. അവൻ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, മുള്ളിരുന്ന് വേദനിക്കുന്നു, ഈ മുള്ളൊന്ന് എടുത്തു തരണേ. അപ്പോൾ അവൻ ഒരു വട്ടം പറഞ്ഞു, ദൈവമേ, മുള്ളിരിക്കുന്ന വേദനിക്കുന്നു, ഒന്ന് എടുത്തതായോ? ദൈവം മിണ്ടിയില്ല. 2ാമത് വീണ്ടും പറഞ്ഞു, ദൈവമേ, മുള്ളിരുന്ന് വേദനിക്കുന്നു, ഒന്ന് എടുത്തതായോ? ദൈവം മിണ്ടിയില്ല. 3ാമത് വീണ്ടും പറഞ്ഞു, ദൈവമേ, മുള്ളിരുന്ന് വേദനിക്കുന്നു, ചങ്ക് പറയുന്ന വേദനയാണ്, നീ മുള്ളൊന്ന് എടുത്തു തരുമോ? അപ്പൊ ദൈവം അവനോട് പറഞ്ഞു, മോനെ, മുള്ളവിടെ ഇരിക്കട്ടെ, മുള്ളവിടെ ഇരിക്കട്ടെ, നിനക്ക് ഞാൻ എൻ്റെ കൃപ തരാം. എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഈ മനുഷ്യനെ നിങ്ങൾക്കറിയാം, പരിശുദ്ധനായ പൗലോസ് ലീഹ. ആരാണവൻ? തീക്ഷ്ണമതിയായ അപ്പോസ്തലൻ, സ്വർഗീയ മഹിമ കണ്ടവൻ, യൂറോപ്പിൻ്റെ അതിർത്തികളോളം ദൈവവചനത്തിന് വേണ്ടി സഞ്ചരിച്ച പ്രാഗൽഭ്യവനായ അപ്പോസ്തലൻ. അപ്പൊ ദൈവത്തിൻ്റെ സ്വന്തമായ അപ്പോസ്തലൻ്റെ വാക്കാണ് ദൈവം എന്ത് ചെയ്തത്? കേൾക്കാഞ്ഞത്. ദൈവം അവനോട് പറയുകയാണ്, മുള്ളവിടെ ഇരിക്കട്ടെ, നിനക്ക് എന്ത് തരാം? കൃപ തരാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്? കൃപ. ഞാൻ ഈ കന്യമറിയാവുന്ന ജീവിതത്തിൽ എന്തോരം സങ്കടമല്ലേ. 33 വയസ്സുള്ള മകന്റെ ചേതനയുടെ ശരീരത്തേക്ക് കൈകൊള്ളിരുന്നുമ്പോൾ ഈ പെറ്റ തള്ളയുടെ മനസ്സെന്തോരം വേദനിച്ചിട്ടുണ്ടാകും, അവരുടെ മനസ്സെന്തോരം ഇടിഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ഞാൻ എടുത്ത് വായിച്ചു നോക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ മാതിരി ഇതുപോലുള്ള സങ്കടപ്പെടുന്ന വ്യാകുലതയോടെ വാള് കിടക്കുമ്പോഴും അമ്മ സമചിത്തതയോടെ നിന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? അമ്മ മറിയയ്ക്ക് ആദ്യം കിട്ടിയ ദൈവവചനം എന്തായിരുന്നു? മാലാഖ വന്ന് പറഞ്ഞു, എന്തുവാ? കൃപ നിറഞ്ഞവളെ. അതാണ് കാര്യം. മാലാഖ വന്ന് പറയുകയാണ്, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം. ദൈവത്തിൻ്റെ കൃപ അമ്മ മറിയയ്ക്ക് ആദ്യമേ കൊടുത്തു. ആദ്യം കൃപ കിട്ടിക്കഴിഞ്ഞിട്ടാ പള്ളിയിൽ ചെന്നത്. പള്ളിയിൽ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, അമ്മ മറിയേ, നിന്റെ ഹൃദയത്തിലൂടെ എന്നാ കിടക്കും? വാള് കിടക്കും. അപ്പം അമ്മ പറഞ്ഞു, അച്ഛാ, ഇനി വാളൊന്നും കടന്നുകൊണ്ട് എനിക്ക് വേദനയില്ല, കാരണം എനിക്ക് എന്നാ കിട്ടി? കൃപ കിട്ടി. 33 വയസ്സോളം ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഈ പെറ്റ തള്ള കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അവക്ക് എന്ത് കിട്ടി? കൃപ കിട്ടി. കൃപ കിട്ടിക്കഴിഞ്ഞാൽ മുള്ളുകളൊന്നും മുള്ളുകളേ അല്ല. എൻ്റെ വല്യമ്മച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, തമ്പുരാനെ, ജീവിതത്തിൽ സങ്കടവും വേദനയും പട്ടിണിയൊക്കെ ഉണ്ടാകുമ്പോൾ നേരിടാൻ എന്നാ തരണം? ശക്തി തരണേ. കോവിഡ് കാലത്ത് കൊച്ചമ്മ പ്രാർത്ഥിക്കുമായിരുന്നു, അപ്പുറത്തെ വീട്ടിൽ പനിയാണ്,
ഇങ്ങോട്ടൊന്നും പനി തരല്ലേ, കൊച്ചു കൊച്ചായതുകൊണ്ടാണ്. പനി തരല്ലേ, സങ്കടം തരല്ലേ, വേദന തരല്ലേ, ദുരിതം തരല്ലേ. അമ്മച്ചി പ്രാർത്ഥിച്ചു, എന്നാ വേണേലും തന്നു, സഹിക്കാൻ എന്ത് തന്നാൽ മതി? ശക്തി തന്നാൽ മതി. നമ്മുടെ തലമുറ പ്രാർത്ഥിച്ചു തുടങ്ങി, ഒന്നും തരല്ലേ തരല്ലേ. വ്യത്യാസമായി. മക്കളെ, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ഔന്നിത്യത്തിന് വേണ്ടിയിട്ടല്ല. ദൈവമേ, മുള്ളുകളൊക്കെ തന്നു, നേരിടാൻ നിന്റെ കൃപ കൂടെ തരണേ. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇങ്ങനെ കൃപ ലഭിച്ച മനുഷ്യനായ യാക്കോബ് മടങ്ങിയാണ്. അവൻ തിരിച്ച് 20 വർഷത്തിന് ശേഷം മടങ്ങുമ്പോൾ യാബോക്ക് കടവിനവരെ അവൻ അവിടെ നിന്നുകൊണ്ട് എല്ലാവരെയും മറുകരയിലേക്ക് വിടുകുന്നു. 32-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ താൻ ഇന്നോളം നേടിയ സകലതിനെയും, തൻ്റെ ഭാര്യയെ, തൻ്റെ മക്കളെ, തൻ്റെ സമ്പാദ്യത്തെയൊക്കെ യാബോക്ക് കടവിൻ്റെ അക്കരെ പറഞ്ഞു വിട്ടിട്ട് ഇക്കരെ യാക്കോബ് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ആ രാത്രി യാബോക്ക് കടവിൻ്റെ ഇക്കരെ യാക്കോബ് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? ഞാൻ പറയും, കുമ്പസാരിക്കാനാ. യാബോക്ക് കടവിൻ്റെ ഇക്കരെ യാക്കോബ് ഒറ്റയ്ക്ക് നിന്നത് കുമ്പസാരിക്കാനാ. ആരോട്? ദൈവത്തിൻ്റെ ദൂതനോട്. ആ രാത്രി നടന്ന സംഭവബഹുലമായ അനുഭവം നിങ്ങൾ അറിയണം. യാബോക്ക് കടവിൻ്റെ ഇക്കരെ കുമ്പസാരം ആരംഭിച്ചു. ഒരു വലിയ മൽപ്പിടുത്തമായിരുന്നു. ആ മൽപ്പിടുത്തത്തിൻ്റെ ഇടയ്ക്ക് യാക്കോബിനോട് ദൈവദൂതൻ ചോദിച്ചു, സത്യം പറഞ്ഞോണം, എന്നതാണ് നിന്റെ പേര്? ഇന്നലെ വരെ ഈ യാക്കോബ് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞത് എൻ്റെ പേര് ഏശാവ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, കുമ്പസാരിച്ച് തുടങ്ങിയപ്പോ അവൻ കണ്ണുനീരോടെ പറഞ്ഞു, എൻ്റെ പേര് യാക്കോബ്. പേര് യാക്കോബ് എന്നല്ല, നിന്റെ പേര് ഇസ്രായേൽ, നീ പരിശുദ്ധൻ, വിശുദ്ധൻ. പ്രിയപ്പെട്ടവരെ, ഓരോ കുമ്പസാരവും നടക്കുന്നത് എവിടെയാണെന്നറിയാമോ? കൊറ്റമ്പള്ളി പള്ളിയുടെ മദ്ബഹായുടെ മുമ്പിലല്ല, യാബോക്ക് കടവിൻ്റെ മുക്കിലാണ്. യാബോക്ക് കടവില. ആ യാബോക്ക് കടവില് നീയും ദൈവദൂതനോട് മല്ലിടുകയാണ്. നീ നേടിയ സമ്പാദ്യം, നിന്റെ പ്രിയപ്പെട്ടവര്, മക്കള്, ബന്ധുമിത്രാദികള്, നീ ഉണ്ടാക്കിയ സർവ്വതും യാബോക്ക് കടവിൻ്റെ അക്കരെ. നീയും ദൈവവും കുമ്പസാരക്കൂടിൽ ഒറ്റയ്ക്ക്. ദൈവദൂതൻ നിന്നോട് പറയാണ്, സത്യം പറയണം, എന്നതാ നിന്റെ പേര്? ദൈവദൂത, എൻ്റെ പേര് യാക്കോബെന്ന് സ്പഷ്ടമായി നീ പറഞ്ഞാൽ, കളങ്കമില്ലാതെ നേര് പറഞ്ഞാൽ, നിന്റെ പേര് യാക്കോബ്, നീ ഇസ്രായേൽ, നീ വിശുദ്ധൻ. എന്നാൽ ആ കുമ്പസാരക്കൂടിൽ നീ വീണ്ടും പതിഞ്ഞ സ്വരത്തിൽ ഏശാവെന്ന് കാപട്യം കൊണ്ട് പറയുമ്പോൾ നീ എണ്ണീറ്റ് പോയാൽ നീ ചതിയൻ. കുമ്പസാരക്കൂട് ചതിയനെയും വിശുദ്ധനെയും വാർക്കുവാനുള്ള സാധ്യത ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നാണ് സ്പഷ്ടം. പ്രിയപ്പെട്ടവരെ, ഈ വിധം ദൈവദൂതനോട് യാക്കോബ് മല്ലിട്ട് പറയുകയാണ്, ദൈവദൂത, ഞാൻ ഇന്ന് വരെ ചതിച്ചും പറ്റിച്ചും വഞ്ചിച്ചും നേടിയതൊന്നുമല്ല എനിക്ക് വേണ്ടത്. എൻ്റെ ഭാര്യമാരല്ല, എൻ്റെ സമ്പാദ്യങ്ങളല്ല, എൻ്റെ മക്കളല്ല. എനിക്ക് വലുത് നിന്റെ അനുഗ്രഹമാണ്. നീ എന്നെ അനുഗ്രഹിക്കണം. എനിക്ക് ഇന്നോളം കിട്ടിയതൊന്നുമല്ല വലുത്, നിന്റെ അനുഗ്രഹമാണ്. ഓരോ കുമ്പസാരക്കൂടിലും നാം പറയേണ്ടത് അതാണ്. ദൈവമേ, എൻ്റെ തെറ്റുകളൊക്കെ ക്ഷമിച്ച് നീ എന്നെ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ വിധം സകലതിനേക്കാൾ വലുതായി ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ ബറാഖയാണ് വലുതെന്ന് മനസ്സിലാക്കിയവനാണ് ദൈവദൂതനോട് മല്ലിട്ട് നെഞ്ചത്തടിച്ച് പറയുന്നത്, ഈ കുമ്പസാര കൂട് വിട്ട് ഞാൻ എണ്ണീക്കണമെങ്കിൽ നീ എന്നെ അനുഗ്രഹിക്കണം. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ പുരോഹിത ഞാൻ ഈ കുമ്പസാര കൂട് വിട്ട് എണ്ണീക്കുകയില്ല. അതിനെ സ്പഷ്ടമാകുന്നത് ഹാരാനിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ സൂര്യൻ അസ്തമിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ ഹാരാനിൽ നിന്ന് മടങ്ങുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സൂര്യൻ ഉദിച്ചു. കുമ്പസാരത്തിൽ അസ്തമിക്കപ്പെടുന്നത് പലതും ഉദിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് സ്പഷ്ടം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യാക്കോബ് പരിതപിക്കുന്നത് ദൈവദൂതനോട്, ദൈവമേ, നിന്റെ അനുഗ്രഹം എനിക്കേറെ വലുതാണ്, മറ്റെന്തിനേക്കാളും, എൻ്റെ സമ്പാദ്യത്തെക്കാളും ബന്ധുബലത്തെക്കാളും വലുതായി എനിക്ക് നിന്റെ അനുഗ്രഹം വേണം. ഞാൻ ഉയരുവാൻ, നന്നാവാൻ, ജീവിപ്പാൻ എനിക്ക് നിന്റെ അനുഗ്രഹം വേണം. പ്രിയപ്പെട്ടവർ, 2 സാധ്യതകളാണ് നാം ഈ രാത്രി പങ്കുവെച്ചത്. ഇസാക്കിൻ്റെ 2 മക്കൾ മാറോട് ചേർത്തെടുക്കപ്പെട്ട് നെഞ്ചത്തടിച്ച് കരയുകയാണ്. മൂത്തവനായ ഏശാവ് വിലപിക്കുന്നത് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വ്യത്യാസമാണെന്നറിയാതെ തനിക്ക് നഷ്ടപ്പെട്ടു പോയ ബറാക്ക് എന്ന പിതൃ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. യാക്കോബ് യാബോക്ക് കടവിൻ്റെ ഇക്കരെ ദൈവദൂതനോട് മല്ലിട്ട് പൊട്ടിക്കരയുന്നത്
മറ്റെന്തിനേക്കാളും വലുതായി ദൈവമേ നിൻ്റെ അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത്. ഇന്നലകളിലെ എൻ്റെ ബലഹീനതകളൊക്കെ ഓർത്ത് എൻ്റെ ആത്മശോധനയുടെ അനുഭവത്തിൽ നീ എന്നെ വേർതിരിക്കാതെ നിൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിൻ്റെ അനുഗ്രഹങ്ങൾ ഇനി മുള്ളൊക്കെ തന്നു എനിക്ക് സങ്കടമില്ല, പക്ഷേ നിൻ്റെ കൃപ എനിക്ക് നൽകണമേ എന്ന പരിപൂർണ ബോധ്യത്തിലാണ് യാബോക്ക് കടവിന്നിക്കരെ അവൻ കുമ്പസാരിച്ച് പൊട്ടിക്കരയുന്നത്. ഇത് വലിയ അനുഗ്രഹത്തിൻ്റെ ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ഈ പെരുന്നാൾ അസ്തമിക്കുമ്പോൾ ദൈവമേ ബെക്കോറ കൊണ്ടല്ല, ഈ ലോകത്തിൻ്റെ മാനദണ്ഡപ്രകാരം നൽകേണ്ടുന്ന അനുഗ്രഹം കൊണ്ടല്ല, പിതാക്കന്മാർക്ക് നീ നൽകിയതായ അനുഗ്രഹം അവർ ഈ പെരുന്നാൾ കഴിഞ്ഞു പോയപ്പോൾ തൃപ്തിയോടെ ദൈവത്തെ സ്തുതിച്ചു പോയ ആ ദൈവത്തിൻ്റെ അനുഗ്രഹമായ ബറാക്ക അത് നൽകി അനുഗ്രഹിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണേ എന്ന് ഹൃദയ നിറവോടെ നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും പരിശുദ്ധാത്മാവ് അതിന് സഹായിക്കുമായി തീരട്ടെ.